ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മാരീസൻ ഈ ഒരു സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. സുധീർ ശങ്കർ സംവിധാനം ചെയ്ത് വടിവേലുവും ഫഹദ് ഫാസിലും കോവൈ സാർലയുമൊക്കെ അഭിനയിക്കുന്ന ചിത്രമാണ്. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ കളക്ഷനിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഇവിടെ 414ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 10,500ഓളം ജനങ്ങൾ കണ്ടു എന്നുള്ളതാണ് ഓഡിയൻസ് അല്ലെങ്കിൽ ട്രാക്കേഴ്സ് പറഞ്ഞു വരുന്നത്. അതിനകത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു 17 ലക്ഷം രൂപയോളമാണ് ട്രാക്ക്ഡ് കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് സിനിമ 25-28 ലക്ഷം രൂപയോളമാണ് ആദ്യ ദിന കേരള കളക്ഷൻ. മികച്ച രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു വേഷം തന്നെയാണ് മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു സിനിമയാക്കി മാറ്റുന്നത്. വലിയ താരനിരയൊന്നുമല്ല, പക്ഷേ എടുത്തു പറയാനുള്ളത് ഫഹദിൻ്റെ പ്രകടനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ കാത്തിരിക്കുന്ന ഒരു ചിത്രവും കണ്ട് കൺകുളിർക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രവുമാണ്. മികച്ച സിനിമ എന്നുള്ള പേര് തന്നെയാണ് സിനിമയ്ക്ക് ഇതിനോടകം വന്നിരിക്കുന്നത്. ദുൽഖർ സൽമാൻ്റെ കമ്പനി അല്ലെങ്കിൽ വേഫെയർ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രമാണ് ലോക വരുന്നത് ഒരു സീരീസ് ആയിട്ട് തന്നെയാണ്. കല്യാണി പ്രിയദർശനും നസ്ലിനും ഒക്കെ ചേർന്ന് വരുന്ന ആ ഒരു ചിത്രത്തിൻ്റെ ടീസർ വരികയാണ് 28/7/25. അതായത് കൃത്യം പറഞ്ഞാൽ 3 ദിവസം കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ ടീസർ വരികയാണ്. ആ ടീസർ വരുന്നതിന് മുന്നോടിയായി ഒരു ലുക്ക് പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. അത് ഒരു മികച്ച രീതിയിലാണ് അവർ ഡെവലപ്പ് ചെയ്ത് വിട്ടിരിക്കുന്നത്. ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ഐ ആം ഗെയിം എന്ന ചിത്രം ഏറെക്കാലത്തിന് ശേഷം ദുൽഖർ മലയാളത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഇവിടെ ദുൽഖർ ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. അതെ, ദുൽഖർ ജോയിൻ ചെയ്യാൻ പോകുന്നത് കൊച്ചി ഷെഡ്യൂളിലാണ്. ഓഗസ്റ്റ് 20 ആകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. മറ്റൊരു കാര്യം മമ്മൂട്ടിയുടെ ബെസ്റ്റ് ആക്ടർ എന്നുള്ള കാര്യം തന്നെയാണ്. വേറെ ഒന്നുമല്ല, വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരേ പ്രതിഭാസം. ഒരു സൈഡിൽ മമ്മൂട്ടിയും മറ്റു സൈഡിൽ ഒരുപാട് പേരും അണിനിരക്കുന്ന ഒരു മത്സരം. എപ്പോഴൊക്കെ അങ്ങനെ ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡുണ്ടോ, ഒരു സൈഡിൽ നാഷണൽ അവാർഡാണെങ്കിലും സ്റ്റേറ്റ് അവാർഡാണെങ്കിലും അതിന് ഒരു സൈഡ് 50% മമ്മൂട്ടി തന്നെയാണ്. ബാക്കിയുള്ളവർ കയറി വരുന്നു. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊരു രസകരമായ ഒരു കാര്യം തന്നെയാണ്. മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും ഒക്കെ വരുമ്പോൾ അതിനകത്തിൽ ചർച്ച ചെയ്യാൻ ഒരുപാട് പേരെ എടുത്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. ഇതിന് മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് നമുക്ക് കാണിക്കാനുമില്ല കാണാനുമില്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി തന്നെ വരണം എന്നുള്ളതാണ്. അതിൻ്റെ പ്രതീക്ഷ കളങ്കാവലിലുമാണ്. അതെ, മികച്ച രീതിയിലുള്ള അല്ലെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള കൊടൂരമായിട്ടുള്ള കൊടുമൺ പോറ്റിയുടെ ആ ഒരു കൊടിയ രീതിയിലുള്ള പ്രകടനമാണ് ഇക്കുറി കേരളത്തിലെ മികച്ച നടൻ അല്ലെങ്കിൽ മലയാളികളുടെ പ്രിയ നടനായ മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡിലേക്ക് അർഹത നേടിക്കൊടുക്കുന്നത്. ഇതിനിടയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. വിജയരാഘവൻ, മോഹൻലാൽ തുടങ്ങിയ താരങ്ങളെയും വെച്ചിട്ട്. അതിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, എന്തിനാണ് അങ്ങനെ ഒരു ചർച്ച? കൊടുമൺ പോറ്റിയുടെ അടുത്തെത്താൻ ഇതിനതിൽ ഒരാളെയും കൊണ്ടും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി ആസിഫ് അലി ആണെങ്കിലും 5-6 സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹമൊന്നും മമ്മൂട്ടിയോ മോഹൻലാലോ ആ ഒരു ടൈമിൽ ചെയ്തിരിക്കുന്ന സിനിമകളുടെ 5-6 സിനിമകളല്ല, ഒരു സിനിമയുടെ പോലും റേഞ്ചിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മികച്ച രീതിയിലുള്ള പ്രകടനമാണെന്നുള്ളതിന് നിസ്സംശയം പറയുകയും ചെയ്യാം. പക്ഷേ ഈ ഒരു സിനിമ കാണുമ്പോൾ മമ്മൂട്ടിയുടെ തന്നെ കരിയർ ബെസ്റ്റാണ്, മലയാളത്തിൻ്റെ തന്നെ കരിയർ ബെസ്റ്റുകളിൽ ഒന്നാണ് എന്ന് പറയാം. അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം, വളരെ മനോഹരമായ രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചിത്രം എന്ന് തന്നെ പറയും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിസ്മയമായി തീർത്ത മമ്മൂട്ടിയുടെ അതുല്യ പ്രകടനം കൊണ്ട് സമ്പന്നമായ ഒരു ചിത്രമായിരുന്നു നമുക്ക് ഈ ഒരു സിനിമ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഭ്രമയുഗം ഭ്രമിപ്പിക്കുക മാത്രമല്ല എന്നുള്ളതും ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, മമ്മൂട്ടി ബെസ്റ്റ് ആക്ടറാണെന്നുള്ളതിന് 99% 100% ഉറപ്പ് തന്നെയാണ്. ഇക്കുറി മമ്മൂട്ടി തന്നെ കൊണ്ടുപോകും. അനാവശ്യ ചർച്ചകൾക്ക് ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഇന്ന് തരംഗമാകുന്നത് ബാക്കിയുള്ള താരങ്ങളെയും കൂടി ചേർത്ത് വെച്ചിട്ടാണ്. എപ്പോഴൊക്കെ മമ്മൂട്ടിക്കൊരു സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ വരുമ്പോൾ അത് ആ പ്രതിഭാസം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മോഹൻലാലിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നടനോ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മറക്കും. മറ്റൊരു ഏറ്റവും ശോചനീയമായ ഒരു കാര്യവും കൂടെ നമുക്ക് എടുത്തു പറയാനുണ്ട്. അതായത് ഒരു അവാർഡ് കൊടുക്കുമ്പോൾ പുതുതലമുറയ്ക്ക് അവാർഡ് കൊടുക്കാനായി സീനിയർ ആക്ടേഴ്സ് മാറുന്നത്. നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന സീനിയർ ആണെങ്കിലും ജൂനിയർ ആണെങ്കിലും അത് അവർ അർഹപ്പെട്ടതാണ് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ എടുത്തു പറയാം, ഇക്കുറിയും യാതൊരു സംശയവുമില്ല അടുത്ത അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളിൽ വരാൻ പോകുന്ന ആ ഒരു ഡിക്ലറേഷനിൽ നമുക്ക് പറയാനുള്ളത് മികച്ച നടൻ മമ്മൂട്ടി തന്നെയായിരിക്കും. നിങ്ങൾക്ക് കമൻസിൽ വന്ന കാര്യങ്ങൾ നിങ്ങളുടെ രീതിയിലൊന്ന് പറയാം. ഒരുപാട് പേർക്ക് മറ്റുള്ളവർക്ക് കിട്ടണമെന്നുണ്ട് ആഗ്രഹമുണ്ട്. അവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് മമ്മൂട്ടിക്ക് കിട്ടരുത് എന്നുള്ള രീതിയിലാണ് എന്നുള്ളത് മിക്കവർക്കും ചിന്തിച്ചാൽ തന്നെ അറിയാം. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.